എന്തായി? നമ്മുടെ കാര്യങ്ങൾക്ക് വല്ല പുരോഗതി ഉണ്ടായോ? ഇതുവരെ ഇല്ല. ഉദ്ദേശിച്ച പോലെ എനിക്ക് അവിടെ ചെന്ന് ഒരു സെർച്ചിനൊന്നും ചാൻസ് കിട്ടിയില്ല. അതിന് താല്പര്യം കാട്ടിയില്ലെന്ന് പറയും. അതല്ലേ ശരി? അതെന്താ ദേവിക അങ്ങനെ പറയുന്നത്? പിന്നെ എങ്ങനെ പറയണം? കാര്യത്തോടടുത്തപ്പോ താൻ നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റിൽ നിന്നും പതുക്കെ സ്കിപ്പ് ചെയ്യുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതൊക്കെ തന്റെ തോന്നല. ഞാൻ എന്ത് ചെയ്തെന്നാ താനീ പറയുന്നത്? ഒന്നും ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. അവളുടെ കാമുകന്റെ വേഷം അഭിനയിച്ച് രസിക്കുക താൻ, അതോ അതില് ജീവിക്കുന്നു? എന്താ തനിക്ക് അവളോട് ശരിക്കും പ്രണയം തോന്നി തുടങ്ങിയോ? അവളെ പ്രണയിക്കാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? അതുപോലെയാണല്ലോ താനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ അവര് ഈ വിവാഹം രജിസ്റ്റർ ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്നത്. അത് നീയും കൂടി തീരുമാനിച്ചിട്ടാണോ? ഞാനങ്ങനെ പറഞ്ഞു. നീ സമ്മതിക്കാതെ കാര്യങ്ങൾ ഇവിടം വരെ എത്തില്ല. എന്താ നിന്റെ ഉദ്ദേശം? ഇതെന്താ ദേവിക, എന്നെ ചോദ്യം ചെയ്യാ? ചോദ്യം ചെയ്യ തന്നെയാണ്. എനിക്കറിയണം, ഇതൊരു കല്യാണത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാനാണോ തന്റെ ഉദ്ദേശം? എന്ന് ചോദിച്ചാൽ നീ പറയുന്ന പോലെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് അവിടെ കയറി ചെന്ന് സെർച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിനുവേണ്ടി അവളെ കല്യാണം കഴിക്കാമെന്നാണോ? അതാണോ തന്റെ ഉദ്ദേശം? വേണ്ടി വന്നാൽ? നോ, ഞാനൊരു പെണ്ണാ. അവൾ എത്ര ദുഷ്ടയായാലും പകരം വീട്ടാൻ വേണ്ടി ഒരു കല്യാണത്തിലേക്കൊന്നും നിന്നെ ഞാൻ വിടില്ല. അത് ശരിയല്ല. ലുക്ക് ദേവിക, ഈ കാര്യത്തിൽ നമ്മൾ പാർട്ട്ണറാണ്. ഞാൻ നിന്റെ അടിമയല്ല. ലക്ഷ്യത്തിലേക്ക് എത്താൻ ചിലപ്പോ ചില തെറ്റുകളൊക്കെ ചെയ്യേണ്ടി വരും. പറ്റില്ല. ബെല്ലയിലൂടെ നിനക്ക് ഇങ്ങനൊരു റൂട്ട് അറേഞ്ച് ചെയ്തു തന്നത് ഞാനാ. അത് അവളുടെ ജീവിതം നശിപ്പിക്കാനല്ല. അതിന് കൂട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. താൻ ആരാ? ഹരിചന്ദ്രന്റെ പെങ്ങളോ? സത്യവും നീതിയും വിട്ട് ശത്രുവിനോട് പോലും പെരുമാറാത്ത മാലാഖയോ? നിന്റെ കുടുംബം തകർക്കാൻ തക്കം പാർത്ത് നടക്കുന്നവൾ. അവളുടെ നാശമാണ് നീ ആഗ്രഹിക്കേണ്ടത്. അവളെ നശിപ്പിച്ച് കളയാനായിരുന്നെങ്കിൽ പണ്ട് എനിക്കതിന് കഴിയുമായിരുന്നു. അതിനുവേണ്ടി ബോംബെയിൽ നിന്നും നിന്നെ പോലൊരു അവതാരത്തെ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട ആവശ്യം ദേവികയ്ക്കില്ല. കോശിയോട് പകയുണ്ടെങ്കിൽ അത് ആണുങ്ങളെ പോലെ നേരിട്ട് തീർക്കണം. അതിന് അയാളുടെ വീട്ടിലെ പെണ്ണിനെ കല്യാണം കഴിച്ച് വഞ്ചിക്കുകയല്ല വേണ്ടത്. മതി, ഇതെല്ലാം നിന്റെ അഭിപ്രായങ്ങളാണ്. കേട്ടു, കൊള്ളാം. പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റില്ല. കോശിക്ക് ആ പന്ന റാസ്കലിന് സുഖമില്ലെന്നറിഞ്ഞാണ് ഡാഡി അന്ന് ഇങ്ങോട്ട് വന്നത്. തിരിച്ചു കിട്ടിയത് ഡെഡ് ബോഡിയാ, അറിയോ? എന്റെ ഡാഡിക്ക് അയാളെ വലിയ ഇഷ്ടമായിരുന്നു, വിശ്വാസമായിരുന്നു. എന്നിട്ടും ജീവൻ പോലും ബാക്കി വെച്ചില്ല. അതൊന്നും പുറത്തു കൊടുക്കുന്ന രക്തമല്ല ഞങ്ങളുടേത്. ജീവന് പകരം ജീവൻ. അതിന് കോംപ്രമൈസ് ഇല്ല. നമ്മൾ തമ്മിൽ കൂടിയത് ആ പണത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. ബെല്ലെ കല്യാണം കഴിച്ച് അവളുടെ ജീവിതം തകർത്ത് കളയാനോ കോശിയെ കൊന്നു കളയാനോ നിന്റെ കൂടെ ഈ ദേവിക ഉണ്ടാവുമെന്ന് കരുതണ്ട. അവസാനമായിട്ട് ചോദിക്കുക, അവളെ കല്യാണം കഴിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് നീ പിന്മാറുന്നുണ്ടോ? ഇല്ല, ഈ ചാൻസ് ഞാൻ മിസ് ചെയ്യില്ല. ഓക്കെ, എങ്കിൽ നമ്മൾ തമ്മിൽ ഇവിടെ വെച്ച് പിരിയുകയാണ്. പക്ഷേ ഞാൻ എന്റെ കാര്യം നോക്കി പോകുന്ന നീ കരുതണ്ട. ബെല്ലയുമായിട്ട് അടുക്കാൻ നിനക്ക് വഴിയൊരുക്കിയത് ഞാനല്ലേ? ഞാനായിട്ട് ഇറക്കിയ കുരിശ് ഞാൻ തന്നെ എടുത്ത് മാറ്റിയല്ലേ പറ്റൂ. ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോ ബെല്ലയെ നീ കല്യാണം കഴിക്കില്ല. നിനക്കെന്താ ദേവിക, വട്ടാണോ? നീ വെറുമൊരു പെണ്ണ. കൈലാസ്നാഥ് സേട്ടിന്റെ മകനോട് തായം കളിക്കാൻ നീ തികയാതെ വരും. ദേവിക എന്താണെന്ന് ഇപ്പൊ നീയെ ശരണമെന്ന് പറഞ്ഞു നടക്കുന്ന നിന്റെ കാമുകിയോട് ചോദിച്ചു നോക്ക്. നേർക്കുനേർ മുട്ടിയാൽ ബാക്കിയാവോ കവിഞ്ഞു പോവോന്ന് അവള് നിനക്ക് പറഞ്ഞു തരും. മര്യാദക്ക് ഞാൻ പറഞ്ഞത് കേട്ടാ സേട്ടിന്റെ കാശുമായി നിനക്ക് തിരിച്ചു പോകാം. ഇല്ലെങ്കിൽ ആ കോടിക്കണക്കിന് രൂപയും നിന്റെ നടക്കാത്ത മനോഹരമായ പ്രതികാര സ്വപ്നത്തിൽ മുങ്ങിപ്പോ.
ചെയ്യുന്നതിൽ എന്താ തെറ്റ്? കോശിയെ തകർത്ത് കളയാൻ ഏറ്റവും നല്ല വഴി അത് തന്നെയാ. ഫിറോസ് എന്തായി പറയുന്നത്? കോശിക്ക് എന്താ ബെല്ലയുടെ ജീവിതം തകർന്നു പോയാല് അയാൾ അതോർത്ത് സങ്കടപ്പെട്ട് ഹൃദയം തകർന്ന് മരിക്കുമെന്ന് കരുതുന്നുണ്ടോ? അതില്ല. പക്ഷേ ഇപ്പൊ ഈ കാണിച്ച വൃത്തികേടിന് ഒരു തിരിച്ചടിയാവും. കോടീശ്വരനാണ്, ഒറ്റ മകനാണെന്നൊക്കെ കേട്ടപ്പോ ഒരു നാണമില്ലാതെ അവനെ വലവീശി പിടിക്കാൻ മകളെ ഉപയോഗിച്ചില്ലേ? അതിനൊരു മറുപടി ആവില്ലേ ഇത്? അതുകൊണ്ട് കോശിക്ക് എന്തു പറ്റും? അവൻ സെയ്ഡിന്റെ മകനാണെന്ന് അറിയുന്ന നിമിഷം ഒന്നുകിൽ അയാൾ അവനെ കൊല്ലും, അല്ലെങ്കിൽ പിടിച്ചു പുറത്താക്കും, ഇല്ലേ? രണ്ടായാലും ബെല്ലയ്ക്ക് ജീവിതം നഷ്ടപ്പെടും. എത്ര വലിയ ശത്രുവായാലും ജീവിതം തകർത്ത് കളഞ്ഞ് പകരം വീട്ടി സന്തോഷിക്കാനൊന്നും എനിക്ക് പറ്റില്ല ഫിറോസ്.